പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ണൂരുകാരുടെ സ്വന്തം എരിവുള്ള പൊട്ടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മറ്റുള്ള നാടുകളിൽ 6 നമ്പറിനും ഡയമണ്ട് കട്ടെന്നൊക്കെ ഇതൊരു സാധനം അറിയപ്പെടുന്നുണ്ട്. നമുക്കിത് പൊട്ടിയപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാൻ. നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 മില്ലിയുടെ കപ്പാണ് കേട്ടോ. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കളർ കൂടുതലായിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പും അതുപോലെ 1 സ്പൂൺ എള്ളും, നമ്മുടെ കറുത്ത എള്ളില്ല, അതും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല, നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിരിക്കണം. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഞാൻ അതിനുമുമ്പ് ഇതിനെ 4 ഈക്വൽ സൈസ് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. പരമാവധി തിന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല നേരിയതായാലേ ഇത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഒരു കത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പിസ്സ കട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇറച്ചിപ്പത്തിരിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു റോളർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. നല്ല തിന്നായിട്ട് പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി പറ്റി പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി തൂവി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത്ര തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പം പിന്നെ അത് ഉള്ളൊന്നും വേവാണ്ടൊരു പരുവായിട്ട് വരും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒരു 3 മിനിറ്റൊക്കെ എടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പൊട്ടിയപ്പവും ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, ആ ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഈ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. അത്രയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചായക്ക് എന്തെങ്കിലും സ്നാക്ക് വേണം തോന്നിയാൽ വളരെ എളുപ്പത്തിൽ 1 കപ്പ് മൈദ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you with another video soon. Bye bye.